നമസ്കാരം. വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സർവ്വസാധാരണമാണ് ഇപ്പോഴല്ലേ. ജിമ്മില് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്നു. അത് വളരെ വലിയ ഒട്ടും പ്രായമില്ലാത്തവർ, യങ്സ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ കോർട്ടിലും കുഴഞ്ഞു വീണ് മരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. ഇവരൊന്നും ഒത്തിരി വലിയ പ്രായത്തില് ഉള്ളവരൊന്നും അല്ല. അപ്പോ ഇത് പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള മരണങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ. അപ്പോ ഏത് നിമിഷവും മരണം വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. അപ്പൊ നമ്മള് അത് എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ശരിക്ക് നമുക്ക് നേരത്തെ ECG അല്ലെങ്കിൽ എക്കോ, ട്രെഡ്മിൽ ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ECG എടുക്കുന്ന സമയം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ECG വേരിയേഷൻ കാണുള്ളൂ. അതുപോലെ തന്നെയാണ് ECG നേരത്തെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മുടെ കാർഡിയക് മസിൽസ്, ഹാർട്ടിന്റെ മസിൽസിന് ഡാമേജ് ഉണ്ടായെങ്കിൽ തീർച്ചയായും നമുക്ക് ECG എടുക്കുമ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റും. ST വേവ് എലിവേഷൻ, T വേവ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും. അതേസമയം നമുക്ക് ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല ECGയിലൂടെ. അതുപോലെ തന്നെയാണ് ട്രെഡ്മിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ECG മോണിറ്ററിംഗ് ആണ്. അപ്പൊ ഇതില് 70% മുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് പറ്റുള്ളൂ, അറ്റാക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. 70% താഴെ നിൽക്കുന്ന ബ്ലോക്കുകൾ ഉള്ളവർക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അടുത്തത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന ട്രെഡ്മിലും അതുപോലെ തന്നെ ECG. പിന്നെ നമുക്ക് എക്കോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ടെസ്റ്റ് ഉണ്ട്, എക്കോ കാർഡിയോഗ്രാഫി. ഈ എക്കോ കാർഡിയോഗ്രാഫിയിൽ ഇതുപോലെ ഹാർട്ടിന്റെ ഫെയിലിയർ, അതുപോലെ വാൽവിന്റെ കുഴപ്പങ്ങൾ, ഇവയൊക്കെയാണ് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഭാവിയിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഈ 3 ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ലേറ്റസ്റ്റ് പഠനങ്ങൾ, ലേറ്റസ്റ്റ് റിസർച്ചിലൂടെ കുറച്ച് ടെസ്റ്റുകൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഫേമസ് കാർഡിയോളജിസ്റ്റിന്റെ ഒരു വാക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ കാർഡിയോളജിസ്റ്റ് അല്ല. ഡോക്ടർ അനിൽ സലീം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയക് സർജൻ ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അത് പറയുന്ന 2-3 ടെസ്റ്റുകളിലൂടെ നമുക്ക് ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇവരെല്ലാം അബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ടിരിക്കുന്ന ആളുകളാണല്ലോ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഈ ടെസ്റ്റിലൂടെ, ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ, നമുക്കൊരു മുൻകരുതൽ എടുക്കാൻ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമ്പർ 1 ആയിട്ടുള്ളത് ഹൈ സെൻസിറ്റീവ് CRP. ഹൈ സെൻസിറ്റീവ് CRP സാധാരണ എല്ലാവരും ചെയ്യും. അതൊരു നീർവീക്കം, ഏത് ഭാഗത്ത് നീർവീക്കം ഉണ്ടെങ്കിലും CRP ഹൈ ആയിട്ടിരിക്കും. എന്നാൽ ഹൈ സെൻസിറ്റീവ് CRP എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ഈ രക്തക്കുഴലിന് പ്ലാക്ക് വന്ന് അത്രോസ്ക്ലെറോസിസ് നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ സെൻസിറ്റീവ് CRP പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ന് മുകളിലായിരിക്കും. അപ്പൊ 3-ന് താഴെയുള്ള റിസൾട്ട്സ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് അത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലൈപ്പോപ്രോട്ടീൻ A. നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും, HDL നോക്കും, LDL നോക്കും, VLDL നോക്കും, സ്മോൾ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ നോക്കും, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് നോക്കും, അല്ലേ? ഇതെല്ലാം നമ്മൾ നോക്കും. പക്ഷേ ഈ ലൈപ്പോപ്രോട്ടീൻ A, ലിറ്റിൽ ലൈപ്പോപ്രോട്ടീൻ എന്നാണ് ഇതിന് പറയുന്നത്, ഇത് വളരെ അപകടകാരിയാണ്. ഇതിന്റെ റേഷ്യോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അളവ് നമ്മൾ സാധാരണ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാറില്ല. അത് നമ്മൾ സ്പെഷ്യലായിട്ട് എഴുതി കൊടുക്കണം, ലിപ്പോപ്രോട്ടീൻ A. ഇതാണ് നമുക്ക് ഏറ്റവും വളരെ ഹൈലി ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള, അതായത് കൊളസ്ട്രോളിൽ ഏറ്റവും അപകടകാരിയായ
ആ ഒരു അംശം ഇതാണ്. ഇത് മോർ ദാൻ 30 ആണെങ്കിൽ, 30-ന് മുകളിലാണെങ്കിൽ തീർച്ചയായും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഹൈ CRP 3-ന് മുകളിലും ഈ ലൈപ്പോപ്രോട്ടീൻ എ 30-ന് മുകളിലുമാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് കുറെ പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റുകളാണ്. ഇതിന്റെ മുകളിൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു സ്കാനിങ് ടെസ്റ്റ് ആണത്. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മളുടെ ഈ കൊറോണറി ആർട്ടറിക്കകത്ത് കാൽസ്യം കയറി അടിഞ്ഞു കൂടിയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാൽസ്യം സ്കോറിംഗ് ആണ്. അപ്പോൾ ഇതിന് തീർച്ചയായും നമുക്കൊരു CT സ്കാനിങ് തന്നെ ചെയ്യണം. അതായത് ഹാർട്ടിന്റെ സ്കാനിങ് ആണ് അതിൽ ചെയ്യുന്നത്. കാൽസിഫിക്കേഷൻ ഓഫ് കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിംഗ് എന്നാണ് അതിന്റെ പേര്. കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിംഗ്. ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ ഹാർട്ടിന്റെ ആർട്ടറി ഉണ്ടല്ലോ, അകത്തുള്ള കൊറോണറി ആർട്ടറിക്കകത്ത് കയറിയിരിക്കുന്ന കാൽസ്യം പ്ലാക്കുകളെ നമുക്ക് കണ്ടുപിടിക്കാം എത്ര ശതമാനം ഉണ്ടെന്നുള്ളത്. അത് സാധാരണഗതിയിൽ ഹെൽത്തി ഇൻഡിവിജ്വൽസിന് ബിലോ 30 ആയിരിക്കും, 0 to 30 ആയിരിക്കും. അവർക്ക് കുഴപ്പമില്ല. അവർക്ക് കാൽസ്യം അടിഞ്ഞുകൂടി ഈ രക്തക്കുഴലിനകത്ത് കാൽസ്യം അടിഞ്ഞുകൂടി ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം 30 to 100 അല്ലെങ്കിൽ 30 to 150 വരുമ്പം അത് മൈൽഡായിട്ട് കാൽസ്യം അകത്ത് കയറി അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. 150-ക്കും 300-നും ഇടയ്ക്കാണെങ്കിൽ അതൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഇതാണ്. 300-ന് മുകളിലാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള കാൽസിഫിക്കേഷൻ നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ട് എന്നുള്ളതാണ്. രക്തക്കുഴൽ എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ രക്തക്കുഴലാണ് നോക്കുന്നത്. അതാണല്ലോ നമുക്ക് മോസ്റ്റ് പൊട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ അവയവം. അതിന് രക്തഓട്ടം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു അസസ്മെന്റ് നമുക്ക് ഇത് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള ഒരു അസസ്മെന്റ് ഈ ഒരു ടെസ്റ്റിലൂടെ കിട്ടും, മനസ്സിലാക്കാം. അപ്പോ ഇത് 300-ന് മുകളിലാണെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഈ കാൽസിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആവുകയും ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ, ഹൈ സെൻസിറ്റീവ് CRP, അതുപോലെ ലിപ്പോപ്രോട്ടീൻ എ ആൻഡ് കൊറോണറി ആർട്ടറി കാൽസിഫിക്കേഷൻ, ഇത് ഇത്രയും എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 1 പാരമ്പര്യം തന്നെയാണ്. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, പാരമ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് ഈ കാൽസിഫിക്കേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. 2 അവരുടെ കയ്യിലിരിപ്പ് എന്ന് ഞാൻ പറയും, ആൽക്കഹോളിസം, സ്മോക്കിങ്, പിന്നെ ബാഡ് ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ഫ്രൈ ഐറ്റംസ് കൂടുതൽ കഴിക്കുക, വളരെയധികം ട്രാൻസ് ഫാറ്റുകൾ കഴിക്കുക. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാൽഡ, ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ എക്സസൈസ് ഒട്ടുമേ ഇല്ലാതിരിക്കുക. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവര്, അതുപോലെ ഉറക്കമില്ലാത്തവർക്ക്, തീരെ വ്യായാമമില്ലാത്തവർ നമ്പർ 1 ആണ്. പിന്നെ ആഹാരത്തില് പോഷകങ്ങളുടെ കുറവുള്ളവര്, അതായത് നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും, അതായത് ഈ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഇല്ലാത്തവര്, കൂടുതലായിട്ട് റിഫൈൻ പ്രോഡക്ട്സ് കഴിക്കുന്നവര്, ഇവരൊക്കെ ഇതിനെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ 3 ടെസ്റ്റുകളിലും പോസിറ്റീവ് ആയിരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു 5 വൈറ്റമിന്റെ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്പർ 1 ആയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഏറ്റവും പ്രധാനമാണ്, കാരണം അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ്, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കാറ്റലൈസ്, ഗ്ലൂട്ടാത്തൈൻ പെറോക്സിഡേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പക്ഷെ ഈ ആന്റി ഓക്സിഡൻസിന്റെ അളവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അത്ര അളവില് നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്, നമ്മൾ പുറത്തു നിന്നും കഴിക്കണം. അപ്പൊ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തിയാൽ ഈ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കൽ, ഈ രക്തക്കുഴലിൽ അടവ് വരുന്ന എങ്ങനെയാണ്, ഈ അത്രോസ്ക്ലെറോട്ടിക് പ്ലാക്ക് വരുന്ന എങ്ങനെയാണ്, രക്തക്കുഴലിന് അകത്തുള്ള എൻഡോതീലിയത്തില് ചെറിയ വിടവുകൾ ഉണ്ടാക്കുന്ന ഈ ഫ്രീ റാഡിക്കൽസ് ഒരു അൺസ്റ്റേബിൾ ആറ്റമാണ്. അത് നമ്മുടെ ബോഡിയിൽ ഓരോ നിമിഷവും നമ്മളുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അൺസ്റ്റേബിൾ ആറ്റം, ഒരു ഇലക്ട്രോൺ പോയ ഒരു ആറ്റം. ഈ സാധനം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ
എവിടെ രക്തക്കുഴലിനകത്തൊക്കെ കയറി പറ്റിപ്പിടിക്കും. പക്ഷെ ഇത് പറ്റിപ്പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ആന്റി ഓക്സിഡൻസ്. അതിൽ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി. അപ്പൊ ഈ വൈറ്റമിൻ സി നമ്മൾ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നാൽ, ആവശ്യത്തിന് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പ്ലാക്ക് ഉണ്ടാവാനുള്ള സാധ്യത നന്നായിട്ട് കുറയും. അതാണ് വൈറ്റമിൻ സിയുടെ പ്രാധാന്യം. ഒരു നെല്ലിക്ക കഴിച്ചാൽ മതി ഒരു ദിവസം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നല്ലവണ്ണം വൈറ്റമിൻ സി ബോഡിയിലേക്ക് കിട്ടും. ഓറഞ്ച്, നെല്ലിക്ക, മാങ്ങ ഇതൊക്കെ തന്നെയും വളരെ സഹായിക്കുന്നതാണ്. അടുത്തത് B3, വൈറ്റമിൻ B3. B3 എന്ന് പറയുമ്പോഴത്തേക്ക് അത് മിക്കവാറും നമ്മളുടെ തവിട് ഉള്ള അരിയിലുണ്ട്, പിന്നെ നോൺ വെജ് ഐറ്റംസിലും ഒക്കെ വളരെയധികം ഉണ്ട് ബി കോംപ്ലക്സ്. അപ്പൊ ഈ ബി കോംപ്ലക്സും B3 എന്ന് പറയുന്ന അതിൽ B1, B2, B3, B6, B5, B12 അങ്ങനെ വളരെ കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. B7 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാറ്റഗറിയിൽ B3 ആണ് ഏറ്റവും കൂടുതൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതും നമ്മുടെ ആഹാരത്തിൽ ഈ രീതിയിൽ നമ്മൾ കൂടുതൽ നോൺ വെജ് ഐറ്റംസും അതുപോലെ തവിട് കൂടിയ അരിയും ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബോഡിയിൽ കിട്ടും. പിന്നെ ഇപ്പം സപ്ലിമെന്റ്സ് വളരെയധികമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് വൈറ്റമിൻ ഇ. എൻഡോത്തീലിയലിന്റെ സ്ട്രക്ചറിന്, അതിന്റെ ഇന്റഗ്രിറ്റിക്കൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് വൈറ്റമിൻ ഇ. ഇപ്പോൾ വൈറ്റമിൻ ഇ കിട്ടുന്നത് നട്ട്സിലും സീഡ്സിലും ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ സ്പ്രൗട്ട്സിൽ നമ്മൾ മുളപ്പിച്ച പയറ്, കടലവർഗ്ഗങ്ങളിലും നന്നായിട്ട് ഈ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ K2 അടുത്തത്. 5 വൈറ്റമിൻസ് ആണ് ഞാൻ പറയുന്നത്. വൈറ്റമിൻ സി, വൈറ്റമിൻ B3, വൈറ്റമിൻ K2, വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ഇ. അപ്പൊ വൈറ്റമിൻ K2 എങ്ങനെയാ കിട്ടുന്നത്? ഞാൻ എപ്പോഴും പറയും, പിക്കിൾഡ് വെജിറ്റബിൾസ്. നമ്മൾ നേരത്തെ സോർക്രാറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ക്യാബേജ് അരിഞ്ഞിട്ട് പിക്കിളിങ് ആക്കി വെക്കുന്നത്. അകത്ത് ഞാൻ വളരെയധികം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സോർക്രാറ്റും പിക്കിൾഡ് വെജിറ്റബിൾ. അതിൽ സോർക്രാറ്റിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ K2 ഉള്ളത്. പിന്നെ നെയ്യിലും വൈറ്റമിൻ K2 ഉണ്ട്. വൈറ്റമിൻ K2ന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളുടെ രക്തത്തിനകത്ത് കിടക്കുന്ന കാൽസ്യത്തിന്, കാൽസ്യം രക്തത്തിൽ കിടക്കുമ്പോഴാണ് ഈ കാൽസിഫിക്കേഷൻ വരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കാൽസ്യവും ഫാറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ പാർട്ടിക്കിൾസും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാക്ക് ഉണ്ടാവുന്നത്. അതില് വൈറ്റമിൻ സി ഇല്ലെങ്കിൽ അവിടെ പ്ലാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഒരു അബ്രേഷൻ ഉണ്ടാവും ഈ രക്തക്കുഴലിനകത്ത്. അവിടെയാണ് ഈ കാൽസ്യവും ഇതെല്ലാം കൂടെ പറ്റിപ്പിടിക്കുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വൈറ്റമിൻ K2 കൊടുത്താൽ അതിന്റെ ഗുണം എന്താണ്? വൈറ്റമിൻ K2 ഈ കാൽസ്യത്തിനെ എടുത്ത് നമ്മുടെ എല്ലിനകത്ത് കയറ്റി വിടും. എല്ലിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലിനാണല്ലോ ആരോഗ്യം വേണ്ടത്. കാൽസ്യം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലിന് വേണം. അപ്പൊ എല്ലിനകത്ത് കാൽസ്യം കയറണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം, മഗ്നീഷ്യം വേണം, വൈറ്റമിൻ K2 വേണം. കൂടാതെ ഒരു 60 ട്രേസ് എലിമെന്റ്സും വേണം. എന്നാൽ മാത്രമേ ഇത് നമ്മുടെ എല്ലിനകത്ത് കാൽസ്യം കയറുകയുള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ K2. എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ K2 നമ്മളെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ഈ എല്ലിനകത്തിരിക്കുന്ന ബ്ലഡിലെ രക്തത്തിൽ കിടക്കുന്ന കാൽസ്യത്തിനെ എടുത്ത് എല്ലിനകത്ത് കൊണ്ടുപോകും. അപ്പം കാൽസിഫിക്കേഷൻ വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്നത് വൈറ്റമിൻ K2 ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ അടുത്തത് വൈറ്റമിൻ ഡി. ഹാർട്ടിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അത് ഒരു 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ദിവസവും വേണം. അപ്പോൾ ഓരോന്നും കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോന്ന് പറഞ്ഞത്. വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിലൂടെ കിട്ടുമെന്ന് പറയുന്നെങ്കിലും ഫിഷ്, നമ്മളുടെ നോൺ വെജ് ഐറ്റംസിൽ ധാരാളം ഉണ്ട്. എങ്കിലും നമുക്ക് കുറഞ്ഞിരിക്കുന്നവര് ഒരു സപ്ലിമെന്റ്, ഒരു ഗുളിക കഴിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കൊറോണ പീരീഡിൽ എല്ലാവർക്കും ഇപ്പൊ വൈറ്റമിൻ ഡി കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഒരു കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ലിവറിന്റെ ഫങ്ഷനിങ് ഡിസബിലിറ്റിയാണ്. കാരണം വൈറ്റമിൻ ഡി ഉൽപാദനം ലിവറിലാണ്. ലിവറിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ അനുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് കൊറോണ സിൻഡ്രോം എന്ന രീതിയിൽ മുഖം കറുക്കുക, മുടി കൊഴിയുക, ശരീരം മെലിയുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പം ഈ മുഖം കറുക്കുന്നു എന്നുള്ളതും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഞാൻ ഒരുമിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോൺ നമ്മളുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അവിടെ അതിനും ഒരു കുറവ് വരുന്നു എന്നുള്ളതാണ് ഇതിലെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും വൈറ്റമിൻസും നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഹാർട്ട് അറ്റാക്ക് വരാൻ
വരുന്ന ഒരു ഹെറിഡിറ്ററി പ്രീഡിസ്പോസിഷൻ ഉള്ളവരും അതുപോലെ പ്രായം ഒരു 40-50 മുകളിലുള്ളവർ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാരിലും ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റാക്ക് ഏത് നിമിഷവും വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളവരും, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു അൺഹെൽത്തി ഡയറ്റും ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരും ഈ ടെസ്റ്റുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൈ സെൻസിറ്റീവ് CRP, ലിപ്പോപ്രോട്ടീൻ എ ആൻഡ് കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിംഗ്, ഈ 3 ടെസ്റ്റുകളും ചെയ്താൽ നമുക്കൊരു സമാധാനമായിട്ട്, ഇത് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടായി നമുക്ക് അറ്റാക്ക് വരില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ECGയോ അല്ലെങ്കിൽ എക്കോയോ അതുപോലെ ട്രെഡ്മിലോ ഒരിക്കലും നമുക്ക് ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് വരുത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി വന്നതിന്റെ കാര്യങ്ങളെ അതിൽ കാണുന്നുള്ളൂ. ഭാവിയിൽ നമുക്ക് അറ്റാക്ക് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഒരു CT സ്കാനിങ്ങിന് മാത്രം കുറച്ച് കോസ്റ്റ്ലി ആണ്, മറ്റേത് സാധാരണ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാൻ മറ്റന്നാൾ, അതായത് ജൂൺ 22-ാം തീയതി എറണാകുളത്ത് എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റലില് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ എൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട്. ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ അപ്പോയിൻമെന്റ് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.